നമസ്കാരം. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ പിടികൂടി. കല്ലേറ്റുങ്കര വടക്കുമുറി സ്വദേശി വടക്കേടത്ത് വീട്ടിൽ രാജുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ പ്രചരണം ശക്തമാക്കി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ പിടികൂടി. കല്ലേറ്റുങ്കര വടക്കുമുറി സ്വദേശി വടക്കേടത്ത് വീട്ടിൽ 46 വയസ്സുള്ള രാജുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. 2025 ജൂലൈ 12 മുതൽ 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഉത്തരവ് ലംഘിച്ച് ആളൂർ വടക്കുമുറി എന്ന സ്ഥലത്ത് പ്രവേശിച്ചതിനെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. രാജു ആളൂർ കൊടകര പോലീസ് പരിധിയിൽ ഒരു വധശ്രമ കേസിലും സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ 2 കേസുകളിലും 4 അടിപിടി കേസുകളിലും അടക്കം 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KV ഹരിക്കുട്ടൻ, SI മനു P ചെറിയൻ, GSI ജയകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സമീഷ്, CPOമാരായ സിവിൽ പോലീസ് ഓഫീസർമാരായ സനില, രാജശേഖർ, ഹരികൃഷ്ണൻ, വിനീഷ്, ഡ്രൈവർ CPO സുജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാർ കൊടുങ്ങല്ലൂർ നഗരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടഭ്യർത്ഥന നടത്തി. രക്തസാക്ഷി KU ബിജുവിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് യാത്ര ആരംഭിച്ചത്. മുൻ നഗരസഭാ കൗൺസിലർ ചന്ദ്രൻ കളരിക്കലിനെ വീട്ടിൽ സന്ദർശിച്ചു. സെന്റ് തോമസ് പള്ളിയിലും കന്യാസ്ത്രീ മഠത്തിലുമെത്തി വോട്ടഭ്യർത്ഥിച്ചു. മോഡേൺ ആശുപത്രി, എയർ ആശുപത്രി, മെഡിക്കെയർ ആശുപത്രി, സിവിൽ സ്റ്റേഷനിലെ വിവിധ സർക്കാർ ഓഫീസുകൾ, താലൂക്ക് ആശുപത്രി, കോടതികൾ, സ്റ്റേറ്റ് ബാങ്ക്, മുനിസിപ്പൽ ഓഫീസ് എന്നീ കേന്ദ്രങ്ങളിലും കയറി വോട്ടഭ്യർത്ഥന നടത്തി. LDF നേതാക്കളായ KR ജയത്രൻ, അഡ്വക്കേറ്റ് KM മുഹമ്മദ് നവാസ്, KM സലീം, ബാബു കളത്തേരി, സുധീർ ഗോപിനാഥ് എന്നിവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി ചാലക്കുടി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി വിൽസൺ കല്ലൻ മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. ചാലക്കുടിയിൽ നിന്നും ആരംഭിച്ച പര്യടനം മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലൂടെ സന്ദർശിച്ച് അതിരപ്പള്ളിയിൽ സമാപിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജൻ പടിക്കല, വൈസ് പ്രസിഡന്റ് ജോണി പുതുശ്ശേരി, നേതാക്കളായ പാലി ഉപ്പുംപറമ്പിൽ, പുഷ്പാകരൻ തോട്ടുപുറം, വിൽസൺ മേലത്ത് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ജനാധിപത്യ വിശ്വാസികളെ, പെട്ടെന്നാണ് കേരളത്തിന്റെ ജനോത്സവം നമ്മളെ സമീപിച്ചിരിക്കുന്നത്. ഈ ഏപ്രിൽ 9-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നിസ്സംഗരായി നിൽക്കരുത്. ഇന്ത്യയിലെ ദേശീയ പാർട്ടികളിൽ 10 വർഷം കൊണ്ട് ദേശീയ പാർട്ടിയായി അംഗീകാരം കിട്ടിയ ലോകത്തിലെ ഒരേയൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. വയനാട് ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയ യൂത്ത് കോൺഗ്രസ് കൊള്ളയ്ക്കെതിരായി ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ ചൂലുകൾ ഏന്തി പ്രതിഷേധ പ്രകടനം നടത്തി. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രമുഖ കുമാർ ഉദ്ഘാടനം ചെയ്തു. സുമാ ശിവൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ, സിന്ധു ജയൻ, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, രാധിക സുനിൽകുമാർ, സിന്ധു അശോക്, ഇന്ദിരാ ദിവാകരൻ, TK ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കൊടകരയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കൊടകര കിടങ്ങത്ത് ബിൽഡിംഗിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് KPCC ജനറൽ സെക്രട്ടറി ജോസ് വെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, വിനിയൻ തോട്ടാപ്പള്ളി, VR രഞ്ജിത്ത്, ജസ്റ്റിൻ പൊന്മനിശ്ശേരി, പ്രനീല ഗിരീശൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ പിടികൂടി. കല്ലേറ്റുങ്കര വടക്കുമുറി സ്വദേശി വടക്കേടത്ത് വീട്ടിൽ രാജുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. തെരഞ്ഞെടുപ്പ് ചൂടേറുന്നു. സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ പ്രചരണം ശക്തമാക്കി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.